ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 29 ശ്ലോകം 10. മഹാവിഷ്ണു മഹാദേവൻ്റെ ആഗ്രഹം അനുസരിച്ച് തൻ്റെ മോഹിനി വേഷം കാണിച്ചു. അതിസുന്ദരിയായിട്ടുള്ള, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഇങ്ങനെ കിഴിഞ്ഞു പോകുന്നവളായിട്ടുള്ള മോഹിനിയെ കണ്ടപ്പോൾ അംഗ അരിയായിട്ടുള്ള ഭഗവാൻ ശിവനെ വല്ലാതെ മോഹത്തിൽ മുഴുകുകയും മോഹിനിയെ പിടിക്കാനായി ഓടുകയും ചെയ്തു. മോഹിനി വൃക്ഷത്തിന് പിന്നാലെ മറഞ്ഞു നിന്നു. മഹാദേവനും അവിടെ പോയി പുണർന്നു. അപ്പോൾ മോഹിനി ആ പിടിയൊക്കെ വിടുവിച്ച് വീണ്ടും ഓടി. മഹാദേവൻ പിന്നാലെ ഓടി. അങ്ങനെ ഓടുന്ന ശിവന് രേതസ് സ്ഖലിച്ചു. പക്ഷേ ആ നിമിഷം തന്നെ ശിവന് ബോധം ഉണ്ടായി. താൻ ഇങ്ങനെ ഭഗവാന്റെ മായയാൽ വഞ്ചിതനായല്ലോ എന്ന് പറഞ്ഞ് സ്വയം അതിൽ നിന്ന് മുക്തനാവുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ ദേവിയോടും ഒപ്പം വന്നിട്ടുള്ള ഋഷിമാരോടും എല്ലാവരോടും ഒക്കെ ഈ ഭഗവാന്റെ അജയ്യമായ മായയെക്കുറിച്ചും സകല ലോകങ്ങളും ആരാധിക്കുന്ന ഭഗവാനെ തന്നെയാണ് താനും ആരാധിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഒരിക്കലും മഹാദേവനെ ഒരു കാമലംബടനായി നമ്മൾ കരുതാൻ പാടില്ല. ഭഗവാന്റെ മായ എത്ര ശക്തമാണ്, കാമാരിയെപ്പോലും അത് വീഴ്ത്തുന്നതാണ്. അപ്പോൾ സാധാരണക്കാരായ നമ്മളുടെയൊക്കെ സ്ഥിതി എന്താണ് എന്ന് മാത്രം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഭഗവാൻ മഹാദേവനോട് പറയുന്നുണ്ട്, അങ്ങ് ഇത്ര പെട്ടെന്ന് ജ്ഞാനം വീണ്ടെടുത്തില്ലേ, ഇതുപോലെ മറ്റുള്ളവർക്ക് ജയിക്കാൻ വിഷമമാണ് ഈ മായയെ. ആത്മനിയന്ത്രണമില്ലാത്തവർ മായയിൽ കുടുങ്ങുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇനി ഒരിക്കലും അങ്ങയെ വിഷ്ണുമായ ബാധിക്കുകയില്ല എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകവും അവസാനിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ഭൂയോപി വിദ്രുതവതീം ഉപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ ത്വന്മാനിത തവ മഹത്വം ഉവാച ദേവ്യൈ തത്താദൃശസ്ത്വം അവവാദനികേതനാഥ. ഭൂയോ അഭി, വീണ്ടും തൻ്റെ പിടിയിൽ നിന്നും കുതറി ഓടിപ്പോകുന്ന വിദ്രുതവതീം, ഓടിപ്പോകുന്ന ആ ദേവിയെ, മോഹിനിയെ, ഉപധാവ്യ, മഹാദേവനും പിന്തുടർന്ന് ഓടി. ദേവോ വീര്യപ്രമോക്ഷം, ആ ദേവൻ്റെ രേതസ് സ്ഖലിച്ചു. വികസത് പരമാർത്ഥബോധം, ഒപ്പം തന്നെ അദ്ദേഹം ബോധത്തിലേക്ക് വന്നു. യഥാർത്ഥമായ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു. ത്വന്മാനിത, ആ സമയത്ത് ഭഗവാനെ അവിടുന്ന് മഹാദേവനെ ബഹുമാനിച്ചു. ഇത്ര വേഗം അങ്ങ് ഈ മായയെ അതിജീവിച്ചുവല്ലോ. സാധാരണ ആർക്കും, മറ്റൊരു ദേവനും ഇത്രയും വേഗം എൻ്റെ മായയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആദരിച്ചു. തവ മഹത്വം, അതിനുശേഷം അങ്ങയുടെ ആ ദിവ്യമായിട്ടുള്ള മഹത്വത്തെക്കുറിച്ച് ദേവ്യൈ ഉവാച, പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തു മഹാദേവൻ. തത്താദൃശ, അങ്ങനെയുള്ള പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മാഹാത്മ്യത്തോടു കൂടിയ ത്വം, അവിടുന്ന് ഗുരുവായൂരപ്പ അങ്ങ് അവതു എന്നൊക്കെ പറഞ്ഞാൽ രക്ഷിക്കണേ, എന്നെയും രക്ഷിക്കണേ എന്നാണ് അർത്ഥം. ഭൂയോബി വിദ്രുതവതീം ഉപധാവ്യ, വീണ്ടും തൻ്റെ കയ്യിൽ നിന്നും കുതറി വിദ്രുതവതി, ഓടിപ്പോകുന്ന ആ മോഹിനിയെ, ഉപധാവ്യ, പിന്തുടർന്ന ദേവോ, ആ മഹാദേവൻ്റെ വീര്യപ്രമോക്ഷം, വീര്യം മോക്ഷമായി താഴെ വീണു, ഭൂമിയിൽ വീണു. അവിടെയാണ് ഇത്ര പിന്നെ സ്വർണ്ണഖനികളും വെള്ളിഖനികളും ഒക്കെ ഉണ്ടായത്. വികസത് പരമാർത്ഥബോധ, അങ്ങനെ മഹാദേവനെ ഒരിക്കലും നശിക്കാത്ത പരമാർത്ഥബോധം അവിടെ വെച്ച് ഉത്ഭവിച്ചു.
ത്വന്മാനിതസ്തവ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ അങ്ങ് മഹാദേവനെ ഏറ്റവും അഭിനന്ദിച്ചു. മഹത്വമുവാച ദേവിയെ. പിന്നീട് അവർ കൈലാസത്തിലേക്ക് പോയിട്ട് ദേവിയെ മുന്നിലിരുത്തി മഹാദേവൻ വിഷ്ണുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തു. ദേവി ചോദിക്കാറുണ്ട്, അങ്ങയെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു. ഭഗവാനെ മഹാദേവ, അങ്ങ് ആരെയാണ് ഈ ധ്യാനിക്കുന്നത് എന്ന്. ഇപ്പോൾ മഹാദേവൻ പറയാണ്, ദേവി കണ്ടില്ലേ ആ വിഷ്ണുവിനെ തന്നെ, വിഷ്ണുവിൻ്റെ മായ കണ്ടില്ലേ, ആ ഭഗവാനെ തന്നെയാണ് ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന. തവ മഹത്വം ഉവാച. അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് മഹാദേവൻ ശ്രീ പാർവതിയോട് പറഞ്ഞു. തത്താദൃശസ്ത്വം. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ. അവ വാദനികേതനാഥ. വാദനികേതമായ എൻ്റെ ഹൃദയത്തിലും വസിക്കുന്ന ഭഗവാനെ, അവിടുന്ന് അവ എന്നെ രക്ഷിക്കണേ. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ദുർവാസാവിന് വിദ്യാധര സ്ത്രീ കൊടുത്ത പാരിജാത പൂമാല കയ്യിൽ വെച്ച് വരുമ്പോൾ ഐരാവതത്തിൻ്റെ മുകളിൽ ഇന്ദ്രൻ വരുന്നതായി കണ്ടു. ഇന്ദ്രന് ആ പൂമാല കൊടുത്തു. ഇന്ദ്രൻ അത് ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു. ആന വണ്ടുകളുടെ ശല്യം സഹിക്കാൻ സാധിക്കാതെ അതിനെ താഴെയിട്ട് ചവിട്ടി തേച്ചു. അത് കണ്ട ദുർവാസാവ് ദേവേന്ദ്രനെ മാത്രമല്ല, ശക്തിയായ കോപത്താൽ സകല ദേവന്മാരെയും ഒന്നിച്ച് ജരാനരകൾ ബാധിച്ച് വിഷമിക്കാറാകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അപ്പം ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, അപ്പോൾ ഐരാവതം പാലാഴി കടഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതല്ലേ, എങ്ങനെയപ്പോൾ ഇന്ദ്രൻ അതിൻ്റെ മുകളിൽ ഇരുന്ന് വന്നത് എന്നാണെങ്കിൽ, കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദുർവാസാവ് ശപിക്കുന്നതിന് മുമ്പേ ഐരാവതം ഉണ്ടായിരുന്നു. ശപിച്ചപ്പോൾ ദിവ്യമായ വസ്തുക്കളൊക്കെ ദേവന്മാരോടുകൂടി ഇല്ലാതായി. അതാണ് പിന്നീട് പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നത് എന്നാണ് ഒരു വ്യാഖ്യാനത്തിൽ കേട്ടിട്ടുള്ളത്. പിന്നെ എന്താ ഉണ്ടായത്? ദേവന്മാരൊക്കെ ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു, സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒറ്റ വഴിയുള്ളൂ, പാലാഴി കടഞ്ഞ് അമൃതെടുക്കണം, അമൃത് സേവിക്കണം. അതിന് ഈ ദേവന്മാർക്ക് ഇപ്പോൾ ശക്തിയില്ല, ഒക്കെ വയസ്സായി. അതുകൊണ്ട് അസുരന്മാരെ കൂട്ടുപിടിക്കൂ, അവർ സഹായിക്കും. കാരണം അവരുടെ നേതാവ് രാജാവ് ഇപ്പോൾ മഹാബലിയാണ്, അദ്ദേഹം സമ്മതിക്കുമെന്ന് പറഞ്ഞു. പിന്നെ മന്ധരത്തിനെ കൊണ്ടുവന്നു, വാസുകിയെ കൊണ്ടുവന്നു. അപ്പോൾ മന്ധരത്തിനെ കൊണ്ടുവരുമ്പോൾ അഹങ്കാരം, ഞങ്ങളുടെ ശക്തി കൊണ്ട് ഇതാ മന്ധരത്തിനെ കൊണ്ടുവരുന്നു എന്ന് മനസ്സിലുണ്ടായതും മന്ധരപർവ്വതം താഴെ വീണു. വീണ്ടും ഭഗവാൻ തന്നെ വന്ന് ഗരുഡനോട് പറഞ്ഞ് മന്ധരപർവ്വതത്തിന് ഗരുഡൻ്റെ മുകളിൽ വെച്ച് പാലാഴിയിൽ കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു. പിന്നെ മറ്റൊരു കഥയിൽ കേട്ടിട്ടുണ്ട്, ഗരുഡനോട് തന്നെ, ഗരുഡനപ്പം കുറച്ച് അഹങ്കാരം ഉണ്ടായി. ഭഗവാൻ അഹങ്കാരം ഒരിക്കലും സഹിക്കില്ല, അതിനപ്പം കൊടുക്കും അടി. അങ്ങനെ ഗരുഡൻ കരുതി, ഇത്ര എൻ്റെ പുറത്ത് വെച്ചിട്ടല്ലേ ഈ മന്ധരപർവ്വതം കൊണ്ടുവന്നത്, ഒരു ചെറിയ പഴം പോലെയല്ലേ ഞാനത് കൊണ്ടുവന്നത് എന്നൊക്കെ കരുതി അല്പം അഹങ്കാരം ഉണ്ടായപ്പോൾ ഭഗവാൻ പറഞ്ഞു പോലും, പോയിട്ട് വാസുകിയെയും കൊണ്ടുവരൂ എന്ന്. ഗരുഡൻ പോയി വാസുകിയെ വിളിച്ചു. വാസുകി പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് വരിക ചോദിച്ചു. ഞാൻ കൊത്തിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞു. ശരി, കൊത്തിക്കോ എന്ന് പറഞ്ഞു. കൊത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗരുഡൻ പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വളരെ ശ്രമിച്ചിട്ടും വാസുകിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ പൊങ്ങി വരുന്നുള്ളൂ. ഉടനെ മഹാദേവൻ അവിടെ വരികയും തൻ്റെ കൈ നീട്ടിക്കൊടുക്കുകയും വാസുകി ആ കയ്യിൽ ചുറ്റുകയാണ് ചെയ്തത്. വാസുകിയുടെ ശരീരം മുഴുവനും മഹാദേവൻ്റെ കയ്യിൽ ചുറ്റിയപ്പോഴും ഒരു വള പൂർത്തിയാക്കാൻ അത്രയ്ക്ക് പോലും സാധിച്ചില്ല എന്നൊക്കെയാണ്. അങ്ങനെ അവർ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് കടയാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മന്ധരപർവ്വതം താഴേക്ക് താഴ്ന്നു പോയി. ആ സമയത്ത് വീണ്ടും ഭഗവാനെ വിചാരിച്ചു. ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോഴും എന്ത് കാര്യത്തിനും എന്നെ സ്മരിക്കുന്നവരാണ്. മാത്രമല്ല മുൻപും പല 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 ജന്മങ്ങളിൽ ഭഗവത് ആരാധന ഭക്തിപൂർവം ചെയ്ത് മനസ്സ് ശുദ്ധമായിട്ടുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും, എപ്പോൾ ആപത്ത് വന്നാലും സ്മരിച്ചു കൊള്ളുക. അങ്ങനെയാണ് ഇവർ വീണ്ടും ഭഗവാനെ സ്മരിച്ചതും ഭഗവാൻ കൂർമാവതാരം എടുക്കുന്നതും. പിന്നെ വീണ്ടും അങ്ങനെ കടയുകയും പല വസ്തുക്കളും
പൊങ്ങി വരികയും ചെയ്തു. ആദ്യമായിട്ട് വന്നത് കാളകൂടം. മഹാദേവൻ സഹായിച്ച് അതിനെ തൻ്റെ കണ്ഠത്തിലെ ഒരു ആഭരണം പോലെ തൊണ്ടയിൽ നിർത്തി. ഭഗവാന്റെ ത്യാഗബുദ്ധി നമുക്കിവിടെ ശ്രദ്ധിക്കണം. മാത്രമല്ല ദേവി പാർവതി ലോകരക്ഷയ്ക്കായിട്ടാണെങ്കിൽ അങ്ങത് ചെയ്യണം എന്ന് അനുമോദിക്കുകയാണ് ചെയ്തത്. പിന്നെ പല പല ശുഭവസ്തുക്കളും വന്നു ചേർന്നു. ലക്ഷ്മി ദേവി വന്നു. ഓരോരുത്തരിലും ഓരോ കുറവുകൾ ദേവി കണ്ടു. അപ്പോൾ ഓരോ കുറവുകളുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഐശ്വര്യം എന്തൊക്കെ കുറവാണെന്ന് വിസ്തരിച്ച് നമ്മൾ പറഞ്ഞല്ലോ വരില്ല. എല്ലാം തികഞ്ഞിരിക്കുന്നതും അല്പം പോലും കാമം ഇല്ലാത്തവനും ആയ മഹാവിഷ്ണുവിനെ ദേവി അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ധന്വന്തരി മൂർത്തി അമൃതകലശവുമായി പൊങ്ങി വന്നു. ഉടനെ വഴക്കാളികളായിട്ടുള്ള അസുരന്മാർ അതെടുത്ത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോയി. പക്ഷേ അവർക്ക് അത് ആസ്വദിക്കാനായിട്ട് അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം യോഗമുണ്ടായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം തട്ടിക്കളിച്ച് എനിക്ക് വേണം, നിനക്ക് തരില്ല, ഞാനാദ്യം, അങ്ങനെയൊക്കെ പറഞ്ഞ് തല്ലുകൂടി. ഒടുവിൽ മായാമോഹിനി പ്രത്യക്ഷപ്പെടുകയും അമൃതദേവന്മാർക്ക് മാത്രമായിട്ട് കൊടുക്കുകയും ചെയ്തു. എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും അതിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞു, കാമാരിയായിട്ടുള്ള മഹാദേവൻ താൻ വിഷ്ണുമായയിൽ മയങ്ങിപ്പോയി എന്ന് ഉമയെ സാക്ഷി നിർത്തി ലോകത്തിനെ അറിയിച്ചു. മായ അത്ര വലിയതാണ്, ശക്തിമത്താണ്. അതിനെ ജയിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഭഗവാന്റെ മായാതീതനായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക മാത്രം. ഈ പാലാഴി മഥനത്തിൻ്റെ ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഭഗവാൻ കൂർമ്മരൂപം, മോഹിനി രൂപം അവതാരങ്ങളായിട്ട് ധന്വന്തരി, പിന്നെ അജിതൻ എന്നുള്ള അവതാരത്തിനെ വിളിക്കുന്നത് പാലാഴി കടയുന്ന മന്ദരപർവ്വതത്തിന് ശക്തിയായിട്ടും വാസുകിക്ക് തമസായിട്ടും എല്ലാവർക്കും അസുരന്മാർക്കും ദേവന്മാർക്കും ഒക്കെ ശക്തിയായി നിന്ന് ഭഗവാൻ കടഞ്ഞില്ലേ, ആ രൂപത്തിനെയാണ് അജിതൻ എന്ന് വിളിക്കുക. ഇനി പെട്ടെന്ന് ഇതിൻ്റെ തത്വം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ആനപ്പുറത്ത് സദാ നടക്കുന്ന ഇന്ദ്രൻ്റെ പോലെ അഹങ്കാരിയായാൽ, ഇന്ദ്രൻ എപ്പോഴും അഹങ്കാരിയല്ല, അഹങ്കാരി ആവുമ്പോൾ അതിന് അപ്പം തന്നെ വിഷമങ്ങൾ വരും. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാൻ നമ്മളും തയ്യാറാവേണ്ടി വരും. അതുകൊണ്ട് അഹങ്കാരത്തെ മറികടക്കണം. പാലാഴി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാണ്. ആ മനസ്സിനെ കടഞ്ഞ് നല്ലതും ചീത്തയും വേർതിരിച്ചറിഞ്ഞ് ചീത്തയെ ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ മോക്ഷപ്രാപ്തി എന്ന അമൃത് നമ്മൾക്കും ആസ്വദിക്കാനാവും. നമ്മളുടെ ബുദ്ധി തെളിയും. അത് നേടാൻ പുറപ്പെടുമ്പോൾ പല പല ആപത്തുകളും വരും. എന്നാലും നമ്മളുടെ ലക്ഷ്യത്തെ മറക്കാതെ, വലിയ ലക്ഷ്യമാണ്, അതിന് ബുദ്ധിമുട്ടാതെ പറ്റില്ല എന്ന് കരുതിയിട്ട് മുന്നോട്ട് തന്നെ പോകണം. മന്ദരം താഴെ വീണ പോലെ പല പല ആപത്തുകളും വന്നേക്കാം. എങ്കിലും ഭഗവാന്റെ പാദം വിടാതെ പിടിക്കണം. പിന്നെ എല്ലാവരിലും ദേവന്മാരും അസുരന്മാരുണ്ട്. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ശുഭമാർഗം, നല്ല ബുദ്ധി, ദൈവികമായിട്ടുള്ള ശക്തി, സ്നേഹം, കരുണ, ദയ, ഉത്സാഹം, നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹം, അതൊക്കെയാണ് ദേവന്മാർ. ആസുരി ശക്തികളാണ് കാമക്രോധ മത ലോഭ മത്സരങ്ങൾ, മോഹം, അതൊക്കെയാണ് അസുരഗുണം. അപ്പോൾ അമൃതത്വം കിട്ടണമെങ്കിൽ ഈ അസുരഗുണത്തെ ജയിക്കണം. കൂടാതെ ആമയെപ്പോലെ, കൂർമാവതാരത്തിനെ പോലെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോവാതെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കണം. ആമ എങ്ങനെയാണോ സ്വയം രക്ഷിക്കുന്നത്, പിന്നെ ആമ ഉള്ളിലേക്ക് വലിച്ച അവയവങ്ങളെ ആമ വിചാരിച്ചാൽ മാത്രമേ അത് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. എത്ര കല്ല് കൊണ്ടിടിച്ചാലും ഒന്നും ആമ, സാധാരണ കാണുന്ന ആമ അതിൻ്റെ ഇന്ദ്രിയങ്ങൾ, കയ്യിനും കാലിനും ഒന്നും പുറത്തേക്ക് വിടില്ല. അതുപോലെ നമ്മൾക്ക് ഇന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം ഉണ്ടാവണം. ഇതിൻ്റെ ഒരു ഫലശ്രുതി പറയുന്നുണ്ട്. ഭഗവത് ചിന്തയോടെ ഈ പാലാഴി മഥനം കേൾക്കുക, ശ്രദ്ധിക്കുക, വായിക്കുക ഒക്കെ ചെയ്യുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യത്തോടു കൂടിയുള്ള പരിശ്രമങ്ങൾ എന്തു തന്നെയായാലും അത് ഫലപ്രാപ്തിയിലെത്തും എന്ന്. കപടയുവതിവേഷോ മോഹയന്യ സുരാരീം തം അഹമുപസൃതാനാം
കാമപൂരം നതോസ്മി എന്നുള്ള ശുകദേവൻ്റെ പ്രാർത്ഥന കൂടി ഈ സമയത്ത് ഓർക്കാം. ശ്ലോകം ഒന്നും കൂടി നോക്കാം. ഭൂയോപി